ഹലോ ഫ്രണ്ട്സ്, കുസാറ്റ് എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് അടുത്ത് കഴിഞ്ഞു. ഇനി ഒരു 10-18 ദിവസം കഴിഞ്ഞാൽ എക്സാം നടക്കും. എക്സാമിന്റെ ഫൈനൽ ലാബ് പ്രിപ്പറേഷനിലാണ് എല്ലാവരും എന്നറിയാം. പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ ചെയ്യുന്നവരുണ്ടാകും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അങ്ങനെ പ്രിപ്പറേഷന്റെ ഏത് ഫേസിലുള്ളവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കുസാറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടി ലാസ്റ്റ് മിനിറ്റ് ടിപ്സും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുസാറ്റിന്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനുകളും നടത്തുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം പറയാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും ഈ അവസാന ദിവസങ്ങളിൽ തിരക്കേറിയ പഠനത്തിലായിരിക്കും എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് മുമ്പിൽ ഒരു 2 ആഴ്ചയാണ് എക്സാമിനുള്ളത്. ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഒരു ഫൈനൽ ലാപ്പിലൊക്കെ എത്തിയിട്ടുള്ളവരുണ്ടാകും, റിവിഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവരുണ്ടാവും, കുറെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ളവരുണ്ടാവും. പക്ഷെ ഇനിയും ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ആയിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ടാവും. ഒരു കൺഫ്യൂഷൻ, ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യേണ്ടത്, ഞാൻ കവർ ചെയ്ത പോർഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി എങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കുള്ള 2 ആഴ്ച നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏതൊരു എക്സാമിനും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സിലബസും പാറ്റേണും അറിയാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പം നമ്മൾ എല്ലാ LLB എൻട്രൻസ് എക്സാമിനേഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചോദിക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്നാണെങ്കിലും അത് ഓരോ ടോപ്പിക്കിലും വരുമ്പോൾ ചോദിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കുസാറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5 ഇയർ LLBക്ക് റീസണിങ് ഓർ ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ഈ ഒരു ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ്. അതോടൊപ്പം ജനറൽ ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ്ങുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 5 ഇയർ LLBക്ക് 50 ക്വസ്റ്റ്യൻ വീതമാണ് ഈ രണ്ട് സെക്ഷനുകൾക്കും ചോദിക്കുന്നത്. അതുപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ 25 ക്വസ്റ്റ്യൻസും GK കറണ്ട് അഫയേഴ്സ് 25. അപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ലോജിക്കൽ റീസണിങ്ങും ജനറൽ ഇംഗ്ലീഷും ആണ്. അപ്പം ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക ഈ രണ്ട് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. GK കറണ്ട് അഫയേഴ്സ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് വരുന്നുള്ളൂ ക്വസ്റ്റ്യൻസ്. എന്നിരുന്നാലും നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഏകദേശം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ ഇനി അടുത്തത് പറയാം. അതിനുശേഷം 3 ഇയറിനെ ആണെങ്കിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം 25 വെച്ചാണ് പോകുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസം 5 ഇയറിൽ നിന്ന് 3 ഇയറിന് ഒരു വ്യത്യാസം വരുന്നത് ലോജിക്കൽ റീസണിംഗിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഇവിടെ രണ്ടായിട്ട് മാറുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനും കോംപ്രിഹെൻസീവ് എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെക്ഷനും. അങ്ങനെ 25 ഈച്ച്. അതായത് ടോട്ടൽ ഇംഗ്ലീഷിലൊരു 50 ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി എന്ന് പറഞ്ഞിട്ട് 25 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്താണ് നമ്മുടെ സാധാ ജനറൽ ഇംഗ്ലീഷിലെ ടോപ്പിക്സ് വരുന്നത്. കോംപ്രിഹെൻസീവ് എബിലിറ്റിയിൽ വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ആണ്. ഒരു പാസേജ് തന്നിട്ട് 5 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 ഇയർ LLBക്ക് ചോദിക്കുന്നത്. 5 ഇയറിന് അങ്ങനെ ചോദിക്കുന്നില്ല. മുൻ വർഷങ്ങളിൽ 1-2 പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ക്ലിയോ ക്ലാറ്റോ പോലെ അത്രയും ടഫ് ആവില്ല നമ്മുടെ ക്വിസാറ്റ്. ഇത്രയും വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയധികം പാസേജസ് ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തന്നെ 1-2 പാസേജസ് ആയിരിക്കും. ആ 1-2 പാസേജസ് നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ വീതമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പാസേജ് വായിച്ച് സമയം കളയുന്നത് നമുക്ക് യൂസ്ഫുൾ ആകും. കാരണം 5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോംപ്രിഹെൻസീവ് എബിലിറ്റിയും GK കറണ്ട് അഫയേഴ്സും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് GK കറണ്ട് അഫയേഴ്സ് 25 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ 3 ഇയറിൽ ഏറ്റവും കൂടുതൽ വരുന്ന ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിയും ലോജിക്കൽ റീസണിങ്ങും 25 കിട്ടാനായിട്ട് വേണ്ടിയിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്ക് നമ്മളൊന്ന് ചെയ്ത് മനസ്സിലാക്കി ഒരു ട്രിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങും ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി നമുക്ക് ഏകദേശം 25 ക്വസ്റ്റ്യൻസിൽ 20ഓളം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ളത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളിപ്പോൾ അവസാന ലാപ്പിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ഒരു നോട്ട് പോലെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മതി. കോംപ്ലിക്കേറ്റഡ് ആക്കി ഫുൾ നോട്ട്സ് എഴുതണം എന്നല്ല, ജസ്റ്റ് പോയിന്റ് വൈസ് ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എക്സാമിന്റെ 2-3 ദിവസം മുമ്പ് നമുക്ക് അതൊന്ന് ജസ്റ്റ് വായിച്ച് നമുക്ക് ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ
ന്യൂസ് പേപ്പർ റീഡിങ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്താൽ റെഡി ആകുമെന്ന് ചോദിച്ചാൽ അതിനി ശരിയാവില്ല. കാരണം ന്യൂസ് പേപ്പർ നമ്മൾ എപ്പോഴും നമുക്കറിയാം എൻട്രൻസ് എക്സാമിനേഷന് ഒരു 6 മാസം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് GK ആണ്, കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. പക്ഷെ എക്സാമിന്റെ 1-2 ആഴ്ച മുമ്പത്തെ ആഴ്ചകളിൽ അത്രയും വരാറില്ല. അത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് അങ്ങനെ ചോദിക്കുന്നില്ല. കാരണം നമുക്ക് മുമ്പേ ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഇനി നിങ്ങൾ ന്യൂസ് പേപ്പർ ഓരോ ദിവസം എടുത്ത് വായിക്കുന്നതിനെക്കാട്ടി ഇത്രയും നാൾ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സും GK ഒക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ എന്തൊക്കെയാണ് GKയിൽ കവർ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. പിന്നെ ഡു മോർ മോക്ക് ടെസ്റ്റ് ആൻഡ് സെക്ഷണൽ ടെസ്റ്റ്. മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളും നടത്തുക. പക്ഷെ ഒന്നും അറിയാതെ ചെന്ന് കയറി ചെയ്യരുത്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. യൂസ്ഫുൾ ആണെന്നുള്ളതല്ല, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ പോകരുത്. അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു 10 വർഷത്തോളം മുമ്പുള്ള കുസാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഏറ്റവും മിനിമം നിങ്ങൾ ഒരു 5 വർഷത്തെങ്കിലും ചെയ്യുക. കാരണം നമുക്ക് എക്സാമിനോട് കുറച്ച് നമ്മളൊന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സാം അത്ര പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സാം എങ്ങനെയാണെന്നുള്ളത് മുന്നേ നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ എന്തായിരിക്കും, എക്സാം ഈസി ആയിരിക്കും. എക്സാം നമ്മൾ പ്രതീക്ഷയെക്കാട്ടിയും ഈസി ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയാനുള്ളത്, ഇനി പുതിയ ടോപ്പിക്സ് ഒന്നും എടുത്ത് വെച്ച് പഠിക്കാതിരിക്കുക. പുതിയതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് ഒട്ടും വേണ്ടാത്തതും അതായത് ഡീപ്പായിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട് പോകരുത്. പെരിഫറി അറിഞ്ഞാൽ മതി. പിന്നെയുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതാ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ്, അതൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം. അതുപോലെ വീക്കർ സെക്ഷൻസ് കൂടുതൽ നോക്കുക. നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്, നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വീക്കർ സെക്ഷൻസ് ഉണ്ടാവും. ലീഗൽ സെക്ഷനും GKയും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. കാരണം നിങ്ങൾ പുതിയതായിട്ടാണ് ലോ പഠിക്കുന്നത്. അതുപോലെ GK കറണ്ട് അഫയേഴ്സ് നമുക്ക് എല്ലാം കൂടെ നോക്കി വെച്ച് പോകാനും പറ്റില്ല. അതുകൊണ്ട് വീക്കർ സെക്ഷൻസ് കൂടുതൽ നമുക്ക് വരുന്ന ലോജിക്കൽ ഏരിയയും ഇംഗ്ലീഷുമാണ്. അതിൽ നിങ്ങൾ വീക്ക് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഉണ്ടാവും. ആദ്യം നിങ്ങൾ ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാവുന്ന, അതായത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കണം ആദ്യം. അതിനോടൊപ്പം തന്നെ വീക്കർ സെക്ഷൻസിനും സമയം കണ്ടെത്തണം. അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു ടോപ്പിക്കും കളയരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾക്കിപ്പം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പം നമുക്ക് സിലോജിസം ഉണ്ട്, അതുപോലെ ആവറേജ് ചോദിക്കാം, പെർസെൻറ്റേജ് ചോദിക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നത്, അതായത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതോടൊപ്പം തന്നെ കുറച്ച് അറിയാത്ത ടോപ്പിക്സും മിക്സ് ചെയ്ത് കൂടെ പഠിക്കാം. അത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചു വെക്കുക. അതായത് പഠിച്ചു വെക്കാൻ ഇൻ ദ സെൻസ് ഒരു 5-10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാടായിട്ടുള്ള കുറച്ച് ടോപ്പിക്കോ എടുത്തിട്ട് അതിന്റെയും ചെയ്യുക. അത് വീക്കർ സെക്ഷൻസ് ഒരിക്കലും വിടരുത്. കാരണം ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡെയിലി ഗോൾ, ഇനി ഓരോ ദിവസവും ഒരു ഡെയിലി ഗോൾ ഫിക്സ് ചെയ്യുക. അപ്പൊ ഇപ്പം ഇനിയുള്ള എല്ലാ ദിവസവും നമുക്ക് ഒരു ടോപ്പിക്കും അല്ലെങ്കിൽ ഒരു സെക്ഷനും അതായത് ഒരു സെക്ഷൻ മാത്രം ഓരോ ദിവസവും പഠിച്ചു പോകാം, അങ്ങനെ പറ്റില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കണം. ഓരോ സെക്ഷനും, ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും ലോജിക്കൽ റീസണിങ് ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും പഠിക്കണം. ഇനി അതായത് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പകുതി പോലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ സെക്ഷൻസും ഓരോ ദിവസവും എല്ലാ സെക്ഷൻസും നിങ്ങൾ നോക്കുക. ഇപ്പൊ ലീഗൽ സെക്ഷനിൽ നിന്ന് ലോ ഓഫ് ക്രൈംസ് നോക്കുകയാണ്, അത് IPC പോലുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം അതിനോടൊപ്പം തന്നെ ടോർട്ടും നോക്കണം. പക്ഷെ അതിന് ഓരോന്നിനും നിങ്ങൾ ഈക്വൽ ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും വീക്ക് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാത്ത സബ്ജക്ട് അല്ലെങ്കിൽ അറിയാത്ത ടോപ്പിക്ക് തന്നെ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കരുത്. കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് ടോപ്പിക്, പാടുള്ളതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ആദ്യം കുറച്ച് സമയം, ഒരു മണിക്കൂർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ മടുപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും ശ്രമിക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ദിവസം നമുക്ക് സമയം കളയാനില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ 5 hours, ഇനി നമുക്ക് കുറച്ച് ദിവസം, 2 ആഴ്ചയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം, ഏറ്റവും മിനിമം ആണ് പറയുന്നത്, മിനിമം 5 മണിക്കൂർ എങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 5 തൊട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. പക്ഷെ ഈ പഠിക്കുന്നതിൽ റെഗുലർ ആയിട്ടുള്ള ബ്രേക്ക് എടുത്ത് പഠിക്കാം, കുറച്ച് ഇന്റർവെൽ എടുത്ത് പഠിക്കാം. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചു പോയാൽ നമ്മൾ പഠിച്ചതും കൂടെ മറക്കും. കാരണം അങ്ങനത്തെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ലോ ആയാലും ഒക്കെ നമുക്ക് അധികം നമ്മൾ ഒരുപാട് നേരം ആയാൽ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ബ്രേക്ക് എടുത്ത് പഠിക്കാം. പിന്നെ ടൈം മാനേജ് ചെയ്യണം. എക്സാമിന് നമുക്കറിയാം, എക്സാം 2 hours ആണ്, 2 hours ആണ് ടൈം. 150 MCQs ആണുള്ളത്. അപ്പൊ ഇതിന്
അതിനുള്ളിൽ നമുക്ക് എല്ലാം നമ്മുടെ ലോജിക്കൽ റീസണിങ്ങും ഇംഗ്ലീഷും പാസേജും ഒക്കെ വായിച്ച് എല്ലാം കൂടെ നമുക്ക് സമയം കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ടൈം ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടൈം ഫിക്സ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കും, അല്ലെങ്കിൽ ഈ ഒരു ടൈം ഫിക്സ് ചെയ്യുക, നിങ്ങൾ അതിനുള്ളിൽ തീർക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ഇപ്പോഴേ പഠിക്കുക. ഇനി നമുക്ക് 2 ആഴ്ചയുള്ളൂ. അപ്പൊ ടൈം മാനേജ്മെന്റ് നമ്മൾ ഇതിനോടൊപ്പം നോക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും ആ സമയത്ത് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുക. അതുപോലെ നമുക്ക് നെഗറ്റീവ്സ് കുറയ്ക്കണം എക്സാമിന്. അതുകൊണ്ട് എക്സാമിന്റെ ദിവസം എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവ്സ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് വിട്ട് അറിയാവുന്നത് ചെയ്ത് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് ഓരോ സെക്ഷനിൽ നിന്നും നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങളിപ്പോ ഏകദേശം പഠിച്ച് കഴിയാറായിട്ടുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പിക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് ഉപകാരമാവും. അപ്പൊ ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഏതൊക്കെ ഏരിയാസ് ആണെന്ന് വെച്ചാൽ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ് ചോദിക്കും, കോഡിംഗ്, ഡീകോഡിംഗ് ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതലൊക്കെ ചോദിക്കുന്ന നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ് ആണ്. കോഡിംഗ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കെല്ലാം മനസ്സിലാവും. ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ തരും. അതായത് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് 5 പേര് ഇങ്ങനെ വട്ടത്തിന് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓർഡറിൽ ഇരിക്കുന്നു. എന്നിട്ട് അവരുടെ പൊസിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടി എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, കളറൊക്കെ വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇൻഫർമേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് ഇത് അറ്റ്ലീസ്റ്റ് 3-4 ഉണ്ടാകും. പിന്നെ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് അനലൈസ് ചെയ്യുക. ലോജിക്കൽ ഡയഗ്രാംസ്, വെൻ ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് തരും. ഇപ്പോൾ ഓൾ ടൈഗേഴ്സ് ആർ ആനിമൽസ്, ഓൾ കാറ്റ്സ് ആർ ആനിമൽസ്. അപ്പം ഓൾ ടൈഗേഴ്സ് ആർ കാറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ അത് കറക്റ്റ് ആണോ അല്ലയോ, അത് നമുക്ക് എന്ത് ചെയ്യണം, ഡയഗ്രാം ഒക്കെ വരച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഡയഗ്രാം തന്നിട്ട് നമുക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഡയഗ്രാം തരും, അതനുസരിച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സില്ലോജിസം എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ കൺക്ലൂഷൻ തരും. എന്നിട്ട് ആ കൺക്ലൂഷൻ ശരിയാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊക്കെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. അതോടൊപ്പം ഓഡ് ആൻഡ് ഔട്ട്, അനാലജി. ഓഡ് ആൻഡ് ഔട്ട് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അനാലജി നമുക്ക് വേർഡ് അനാലജി ഉണ്ട്, നമ്പർ അനാലജി ഉണ്ട്. അതായത് ചിലപ്പോൾ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിച്ച് ഒരെണ്ണത്തിന് പേർ കൊടുക്കുക, അതാണ് പേർ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഡയറക്ഷൻ ടെസ്റ്റ്, നമ്മൾ നോർത്ത് സൗത്ത്, ഈ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തു, നോർത്തിലോട്ട് ടേൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ഷൻ തരും. അതും നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണ്, ഫസ്റ്റ് നിന്ന് എത്രാമത്തെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ബ്ലഡ് റിലേഷൻസ് നമുക്കറിയാം, അത് നമുക്ക് ഡയഗ്രാം യൂസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അത് അറിയാം. അതോടൊപ്പം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പിന്നെ ഡേയ്സ് ഓഫ് എ വീക്ക്, അതായത് ഏതെങ്കിലും ഇപ്പൊ 2004 ഓഗസ്റ്റ് 4 ഒരു മൺഡേ ആയിരുന്നു. അപ്പോൾ ഇനി എന്നാണ് 2011 അത് ഏത് ഡേ ആയിരിക്കും, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏജ്, ആവറേജ്, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, പെർസെൻറ്റേജ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയസ് ഉണ്ട്. കുറച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് ഡയഗ്രം ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നത്. ഈസി ആണ് ഏകദേശം നമുക്ക്, പക്ഷെ സമയം, ഇതിൽ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് സമയമാണ്. ആ സമയം നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ ആ ടൈം മാനേജ്മെന്റ് ഇതിൻ്റെയോടൊപ്പം ചെയ്യണം. ദിവസവും നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും, സ്വന്തമായിട്ട് ചെയ്തു നോക്കും. ആ ചെയ്യുന്ന സമയം നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യാം, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് കൂടുതൽ നമ്മൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് പുതിയ അറിവൊന്നും കിട്ടില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ചെറിയൊരു രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഏരിയാസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടെ കിട്ടും. അതായത് മോക്ക് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും നമ്മൾ പഠിക്കാത്തൊരു സെക്ഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ജനറൽ ഇംഗ്ലീഷ് നമുക്കറിയാം ലീഗൽ ഫ്രേസ്, ലാറ്റിൻ വേർഡ്സ് ഒക്കെ നമുക്ക് ഉണ്ടല്ലോ, അബെനിഷ്യോ, അങ്ങനെയൊക്കെ പെർജൂറി, അങ്ങനത്തെ അതിന്റെയൊക്കെ മീനിങ്സും കാര്യങ്ങളും ചോദിക്കുന്നത് ജനറൽ ഇംഗ്ലീഷിലും വരും, അതുപോലെ ലീഗൽ ടോപ്പിക്കിലും അത് വരുന്നുണ്ട്. പിന്നെ സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, അത് നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ പഠിക്കാത്തതെന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത്യാവശ്യം ഈസി ആയിട്ടുള്ള സിനോണിംസ് ആന്റോണിംസ് നമുക്ക് അത് വായിച്ച് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന ആൻസേഴ്സ് ആയിരിക്കും. അതായത് ഒരു മീനിങ് നമുക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഓപ്ഷൻസിൽ നിന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള സിനോണിംസ് ആന്റോണിംസ് ആണ് ചോദിക്കുന്നത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈസി ആകാറുണ്ട്. അതുപോലെ സെന്റൻസ് കറക്ഷൻ ഉണ്ട്, പിന്നെ ജംബിൾഡ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓഡ് ഔട്ട് ഇംഗ്ലീഷിലും ഉണ്ട്. പിന്നെ സ്യൂട്ടബിൾ വേർഡ്സ് വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, സെന്റൻസ് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി. അതുപോലെ articles, adverbs, prepositions, spelling correction and idioms and phrases. അപ്പം നമുക്ക് എപ്പോഴും ചോദിക്കുന്ന അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിലായാലും നിങ്ങൾ ദിവസം സിനോണിംസും ആന്റോണിംസും കുറച്ച് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു 10 വീതമെങ്കിലും ഇനി തൊട്ട് പഠിച്ചു പോയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ജനറൽ ഇംഗ്ലീഷിൽ സിനോണിംസ് ആന്റോണിംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ സെന്റൻസ് കറക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഡിറ്റോറിയൽ പേജസിൽ നിന്നൊക്കെ പുതിയ പുതിയ വാക്കുകൾ കിട്ടും. അതോടൊപ്പം നമുക്ക് നമ്മുടെ റീഡിംഗ് സ്കില്ലും കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷെ ഇനിയുള്ള 2 ആഴ്ച നമുക്ക് അതൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സിനോണിംസ് ആന്റോണിംസ് നിങ്ങൾക്ക് നോട്ടായിട്ട് അവൈലബിൾ, എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അവൈലബിൾ ആകുന്നത് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് ന്യൂസ് പേപ്പറിലുള്ള എഡിറ്റോറിയൽസ് ഒക്കെ വായിച്ച് ഇനി ഓരോ ദിവസമായിട്ട് അത് നമുക്ക് ഇനി പാടായിരിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ അല്ലാതെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നുള്ള സിനോണിംസ് ആന്റോണിംസ് നോക്കുക. പിന്നെ കോംപ്രിഹെൻസീവ് എബിലിറ്റി നമ്മൾ 3 ഇയറിനാണ് വരുന്നത്. അപ്പോൾ ഓരോ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് ആയിരിക്കും, ഒരു 3-4 പാസേജസ് ആയിരിക്കും ചോദിക്കുന്നത്. അതിൽ ഓരോന്നും 5 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഏറ്റവും മിനിമം 5 വെച്ചിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഇപ്പോഴേ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ടൈം മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോഴേ ഒരുപാട് പാസേജസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് നമുക്ക് ഓരോ പാസേജ് ആയിട്ട് ഇനിയുള്ള ഓരോ ദിവസവും ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാം. അതോടൊപ്പം ലീഗൽ ടോപ്പിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ലോ ഓഫ് ക്രൈംസ്, കോൺട്രാക്ട്, ടോർട്ട്, ഇങ്ങനെയല്ല ഇതിൽ നിങ്ങൾ ലീഗൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ എല്ലാ ആർട്ടിക്കിൾസും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ്, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള എല്ലാ ആർട്ടിക്കിൾസും ഒന്ന് പഠിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഇലക്ഷനുമായി സംബന്ധിച്ച് നമുക്കിപ്പോ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് ഇലക്ഷനുമായി സംബന്ധിച്ചിട്ടുള്ള ടോപ്പിക്സ് നോക്കുക. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന്റെയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്ന് ഇനാക്ട് ചെയ്തു, എന്ന് എൻഫോഴ്സ് ചെയ്തു, പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്ര പേരുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം എല്ലാ ആക്ടുകളും, ഇപ്പൊ IPC ആയാലും CRPC ആയാലും CPC ആയാലും എല്ലാം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയാലും, ഇതെല്ലാം എന്ന് ഇനാക്ട് ചെയ്തു, എന്ന് എൻഫോഴ്സ് ചെയ്തു, എന്ന് ഇനാക്ട് ചെയ്തു, അത് എന്നാണ് ഇഫക്റ്റിൽ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അത് പ്രധാനമായിട്ടും എല്ലാത്തിന്റെയും നോക്കി വെക്കണം. കാരണം അത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. പിന്നെ നമ്മുടെ ലോ ഓഫ് ക്രൈംസ്, അതിലെ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം, ഇപ്പോഴത്തെ ന്യൂ ക്രിമിനൽ ലോസ്, അതിന്റെ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഓരോന്നിന്റെയും വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് ക്രൈംസ്, നമ്മുടെ പുതിയ ക്രിമിനൽ ലോസ് എന്തായാലും പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ നമ്മുടെ GK-യിലും ചോദിക്കാം, ലീഗൽ ഏരിയയിലും അത് വരും. ഓക്കെ, അപ്പം എന്തായാലും ന്യൂ ക്രിമിനൽ ലോസ് പഠിക്കാതെ പോകരുത്. പിന്നെ കോൺട്രാക്ടിന്റെ കാര്യം അതേ കണക്ക് തന്നെയാണ്. അതിനകത്ത് ഓരോ സെക്ഷനും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. കോൺട്രാക്റ്റിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് അക്സെപ്റ്റൻസ്, എന്താണ് പ്രൊപ്പോസൽ, എന്താണ് ഓഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈസി ആയിട്ടുള്ളതാണ് കോൺട്രാക്റ്റിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ ടോർട്ടും ഇതുപോലെ തന്നെയാണ്. എളുപ്പമുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ടോർട്ടിൽ നിന്ന് വരുന്നത്. ടോർട്ട് ഒരു കോഡിഫൈഡ് ലോ അല്ല. അതായത് IPC പോലെ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ട് ഇല്ല. അപ്പം IPC CRPC അങ്ങനെയൊന്നും നമുക്കൊരു കോഡിഫൈഡ് ലോ അല്ലാത്തത് കൊണ്ട് തന്നെ ടോർട്ട് അങ്ങനെ നമുക്ക് സെക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്റർനാഷണൽ ലോയിലും അത്ര പാടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റർനാഷണൽ ലോ, അല്ലെങ്കിൽ അതൊന്നും വലുതായിട്ട് ക്വസ്റ്റ്യൻസും വരുന്നില്ല. 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വരുള്ളൂ. അതുപോലെ ലീഗൽ GK എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ GK, അത് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഒരുപാട് ലീഗൽ ടോപ്പിക്സ് വരും. റീസെന്റ് ആയിട്ട് ഉള്ള ജഡ്ജ്മെന്റ്സ്, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും വലിയ മാറ്റം സൃഷ്ടിച്ചുള്ള ജഡ്ജ്മെന്റോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ വിധികൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലീഗൽ GK-യിൽ ചോദിക്കാം. പിന്നെ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, നമ്മുടെ കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക് പോലെയുള്ള കാര്യങ്ങൾ, അതിലും വലിയ ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല. എന്താണ് ഓരോ കാര്യത്തിന്റെയും കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യം ജസ്റ്റ് അതിന്റെ ഡെഫിനിഷനും അത് ഓരോന്നും എത്ര വർഷം വരെയാണെന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കണം. പിന്നെ അസേർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം.
എല്ലാം അങ്ങനെ ആയിരിക്കില്ല, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ അസേർഷൻ തരും, അതിന്റെ റീസണും തരും. അസേർഷൻ ആണോ ശരി, റീസൺ ആണോ ശരി, രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ, ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് ബേസിക് ആയിട്ട് നമ്മൾ അത് കോമൺ ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ IPC എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അതും ഈസി ആവാറാണ് പതിവ്. പിന്നെ ഫാമിലി ലോയിൽ നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരാം. ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ആൻഡ് കേസ് ലോസ്, നമ്മുടെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പോലുള്ള കേസസ്, അതിൽ അത്രയും പാടുള്ള കേസസ് ഒന്നും വരില്ല. നിങ്ങളെല്ലാം നോക്കി പോയിട്ടുള്ള കേസസിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കേസ് മാത്രം ചിലപ്പോൾ ചോദിക്കാം, അത് എപ്പോഴും ചോദിക്കണം എന്നുമില്ല. പിന്നെ GK or കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡേയ്സും തീംസും ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് മാക്സിമം നിങ്ങൾ ഏകദേശം എല്ലാം നോക്കുക. ഇപ്പൊ എൻവയോൺമെന്റ്, എർത്ത് ഡേ, വേൾഡ് വാട്ടർ ഡേ, അങ്ങനെയുള്ള എല്ലാ ഡേയ്സിന്റെയും തീംസ് ഒന്ന് അറിഞ്ഞു വെക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സ്, അതായത് ഏതെങ്കിലും രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രസിഡന്റിന് എന്തെങ്കിലും പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ആദ്യ ഫീമെയിൽ പ്രസിഡന്റ് എന്നോ ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ എന്നോ അല്ലെങ്കിൽ ഒരു ഹോമോസെക്ഷൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം. അതുപോലെ UN ബോഡീസ്, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇതൊക്കെ സ്റ്റാറ്റിക് GK ചോദിക്കാം. ഹെഡ്ക്വാർട്ടേഴ്സ് അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കാം, റീസെന്റ് ആയിട്ടുള്ളതും ചോദിക്കാം, മുമ്പത്തതും ചോദിക്കാം. സ്പോർട്സ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, എമിനന്റ് പേഴ്സൺ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ഡേയ്സും തീംസും നോക്കണം. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ എല്ലാ അപ്പോയിന്റ്മെന്റ്സും നോക്കി വെച്ചേക്കാം. UN ബോഡീസിനെ കുറിച്ച് നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോവാം. ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കുക. അപ്പോൾ നിങ്ങൾ അത്ര വലിയ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ഈ ഒരു കുസാറ്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ട്. നിങ്ങൾ എക്സാം അത്ര വലിയ പാടുള്ള എക്സാം അല്ല, നമ്മുടെ സീറ്റുകളുടെ എണ്ണം കുറവാണ്, അതാണ് നമ്മൾ ഈ എക്സാമിനെ എന്താക്കുന്നത്, ടഫ് ആക്കുന്നത്. അല്ലാതെ എക്സാം എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഒട്ടും നമ്മൾ അത്രയും നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ എക്സാമിനെ കുറിച്ച് നിങ്ങൾ മുൻപ് തന്നെ ഒരു ധാരണയിലായിരിക്കണം. അതായത് എക്സാം കുറച്ച് പാടായിരിക്കും, നമ്മൾ എന്തൊക്കെ പഠിച്ചാലും കുറച്ച് പാടായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നേരത്തെ ഒരു എക്സ്പെക്ടേഷൻ, അതായത് കുറച്ച് എക്സാം പാടായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് തന്നെ പോവുക. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാടാണ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം, പക്ഷെ ഒരിക്കലും അത്ര വലിയ പാടുള്ള എക്സാം ഒന്നും അല്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാം എക്സാം അടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണവും ഉറക്കവും ഒക്കെ നഷ്ടപ്പെടുത്തി ഇരുന്ന് പഠിക്കും. പക്ഷെ അത്രയും നിങ്ങൾ ഭക്ഷണവും ഉറക്കവും ഒക്കെ വിട്ട് പഠിക്കരുത്. നമ്മൾ പഠിച്ചതൊന്നും ഓർമ്മയിരിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ടോപ്പിക്സും കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ബോഡിയും മൈൻഡും വിട്ട് കളിക്കരുത്. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, കറക്റ്റ് ഉറക്കവും ഭക്ഷണവുമായിട്ട് പോവുക. ഇന്റർവെൽ ഓരോ ബ്രേക്ക് എടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള 20 ദിവസം നിങ്ങൾ 18 ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിക്കണം. എൻട്രൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ദിവസം കൊടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്താനുള്ള പ്ലാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താനായിട്ട് പ്ലാൻ ഉണ്ട്. ദിവസം ഓരോ ടോപ്പിക് വെച്ചിട്ട്, അത് ഏത് ലീഗൽ ടോപ്പിക്കോ അല്ലെങ്കിൽ GKയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ കൂടുതൽ ലീഗൽ ടോപ്പിക്കും GK ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഏതെങ്കിലും ഒരു ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഗ്രൂപ്പിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാനലും ഉണ്ട്. പക്ഷെ വാട്സ്ആപ്പ് ചാനലിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് PDF മറ്റു കാര്യങ്ങളും ഇടാൻ പറ്റില്ല, ലിങ്കോ ഫോട്ടോസോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ടെലഗ്രാം ചാനൽ തന്നെ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക, ടെലഗ്രാം ചാനലിലും ടെലഗ്രാം ഗ്രൂപ്പിലും. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനി പഠിക്കാൻ ഇനി 2 ആഴ്ച ഉണ്ട് നമുക്ക് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാം. ഇനി റിവിഷന് വേണ്ടിയിട്ടുള്ള ഓരോ ദിവസവും റിവിഷൻ, കുസാറ്റിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ വീഡിയോസ് ആയിരിക്കും ഇനി ഓരോ ദിവസവും വരാൻ പോകുന്നത്. ഓരോ ടോപ്പിക്കിന്റെ റിവിഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതെല്ലാം മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക.